ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ദുവാണ്. എല്ലാവരും ഭയങ്കര തിരക്കായിരിക്കും അല്ലേ? ഓണത്തിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും, ഓണം ഒരുക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും ഞാൻ ഇരിക്കണം. எனவே ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തിരുന്ന പോലെ നമ്മുടെ ഇന്ദു ഹെർബൽ ഹെയർ ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സിൽ നിന്ന് ഇന്ദൂസ് ബ്രൈഡൽ ഉപ്ചാൻ ഫോർ ഗ്ലോയിങ് സ്കിൻ പുറത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ എത്ര പേർ സന്തോഷമുണ്ട്? പലരും എന്നോട് ചോദിച്ചിരുന്നതാണ്, ചേച്ചി നല്ലൊരു ഫേസ് പാക്ക് ചേച്ചി ഇറക്കുമോ, വലിയ ഉപകാരമായിരുന്നു. വർക്ക് ചെയ്യാൻ പോകുന്നു ഞങ്ങൾക്ക് എപ്പോഴും മുഖത്ത് ഭയങ്കര ക്ഷീണവും ഒക്കെ വരുമ്പോൾ രാവിലെ എഴുന്നേറ്റ് നല്ലൊരു പാക്കൊക്കെ ഇട്ട് ഓഫീസിലും കോളേജിലും ഒക്കെ നല്ലതായിട്ട് ഒരുങ്ങി പോവാൻ, സ്കിന്ന് പെട്ടെന്ന് ബ്രൈറ്റൻ ചെയ്യാൻ പറ്റുന്ന, സ്കിന്ന് പെട്ടെന്നൊരു ഗ്ലോ, ഇതിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഗ്ലോ കിട്ടണ ഒരു പാക്ക് ഇറക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് മുതലേ ഞാൻ കുറേ നാളായിട്ട് ഇതിൻ്റെ പിന്നിലാണ്. കാര്യം എനിക്ക് നമുക്കറിയാലോ, ഇന്ദു ഹെർബൽ ഹെയർ ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സ് നമ്മുടെ ഈ കമ്പനിയിൽ നിന്ന് നമുക്ക് ഇറക്കിയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ക്വാളിറ്റി 100% നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പുറമേ ശരിയാണ്, നിങ്ങൾ കാണുമ്പോൾ ബോട്ടിൽസിനൊക്കെ അത്രയും കോസ്റ്റ്ലി, നമ്മുടെ നൈറ്റ് ക്രീമും ഡേ ക്രീമിനും ഒക്കെ ഫേസ് സിറം എന്നൊക്കെ നല്ല ബോട്ടിൽസ് ഉണ്ട്. എണ്ണയ്ക്കും ഒരുവിധം നല്ല ബോട്ടിൽസാണ്. ബാക്കിയെല്ലാം ഒരു എന്താ പറയുക, ഒരു മിനിമം ആവറേജ് ബോട്ടിലാണ്. പക്ഷേ ബോട്ടിലിൻ്റെ ഭംഗിയിലല്ല കാര്യം, അകത്തിരിക്കുന്ന ക്വാളിറ്റിയിലാണ് കാര്യമെന്ന് നിങ്ങൾക്കെല്ലാം മനസ്സിലായി. നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്തതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇനി നമ്മുടെ കാര്യം പറയട്ടെ. എന്താ ഉപ്ചാൻ പൗഡറിൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഇതിന് മുന്നേ ഒരു ഫേസ് പാക്ക് ഇട്ട് കാണിച്ചിരുന്നു അല്ലേ? അന്ന് ബദാം, സാഫ്രൻ, എന്തൊക്കെയായിരുന്നു, ചന്ദനം, സാൻഡൽവുഡ് പൗഡർ, അങ്ങനെ ലിക്വറൈസ് പൗഡർ, അങ്ങനെ മഞ്ചിഷ്ട ഒക്കെ ചേർത്തിട്ട് ഞാനൊരു പാക്ക് ഇതിന് മുന്നേ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരു കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് അന്ന് ഇട്ട് പാക്ക് ഇട്ടത്. ഇതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ചെയ്യുന്നത് ഇറ്റ് കംസ് ഇൻ എ പൗഡർ ഫോം. നല്ല മണമാണ് കേട്ടോ. തുറക്കുമ്പോഴേ ഫാൻ ഇട്ടിരിക്കുവാണ്. നല്ല മണമാണ് കേട്ടോ. ഇങ്ങനെ ആയിരിക്കണേ പൗഡർ, കാണാമോ നിങ്ങൾക്ക്? ഓക്കെ, ഒരു ചന്ദനത്തിൻ്റെയൊക്കെ ഒരു മണമാണ്. ചന്ദനവും നമ്മുടെ കസ്തൂരി മഞ്ഞൾ, ഒറിജിനൽ കസ്തൂരി മഞ്ഞളൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല മണം ഇതിനുണ്ട്. അപ്പോൾ ഇതിന് മെയിനായിട്ടും ചെയ്യുന്ന ഇത് 100% ഇറ്റ്സ് ആൻ ആയുർവേദിക് പ്രോഡക്റ്റ്. ഇതിൽ കുഞ്ഞുങ്ങൾക്ക് വരെ, കുഞ്ഞു വാവകൾക്ക് വരെ ഇത് തേപ്പിച്ച് നിങ്ങൾക്ക് കുളിപ്പിക്കാം. ദാറ്റ് മീൻസ് അത്രയും നാച്ചുറൽ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തൊന്നും പേടിക്കാനില്ല. പിന്നെ ഇത് ഞാൻ ഒരു പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്തിട്ടില്ല. പുറത്തിരുന്നാലും കുഴപ്പമില്ല, ബിക്കോസ് എന്താ പറയുക. പക്ഷേ നിങ്ങൾ ഫ്രിഡ്ജിൽ ഇത് കൈ കിട്ടുമ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നണേ. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്താ പറയാൻ പോകണം, കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ സോഫ്റ്റൻ ചെയ്യും, സ്മൂത്തൻ ചെയ്യും, സ്കിൻ ടോൺ വർദ്ധിപ്പിക്കും. പിന്നെന്താണ്, നമ്മുടെ സ്കിൻ ഹൈഡ്രേഷൻ കൊണ്ടുവരും, പിഗ്മെൻറ്റേഷൻ മാറും, പിന്നെ റിജുമിനേറ്റ് ചെയ്യും, നമ്മുടെ ആക്നെ എല്ലാം മാറാൻ ഇത് സഹായിക്കും, പിമ്പിൾസ് മാറാൻ നല്ലതാണ്. പിന്നെ ഓരോ ടൈപ്പ് ഓഫ് സ്കിന്നുകാരും എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിപ്പോൾ പറയാം, കേട്ടോ. പിന്നെ ആൻറ്റി മാർക്സ്, നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വരത്തില്ലേ, അതൊക്കെ മാറും. പിന്നെ നമ്മുടെ റിങ്കിൾസ് മാറും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു ഫേഷ്യൽ പാക്ക്. ആക്ച്വലി ഇത് ഞാൻ ബ്യൂട്ടി പാർലേഴ്സ് ആരെങ്കിലും എന്നെ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആയിരിക്കും നിങ്ങളുടെ പാർലറിൽ യൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നിങ്ങളൊരു ആയുർവേദിക് ഒരു സാധനം ആണ് നിങ്ങളുടെ കസ്റ്റമറിന്, ക്ലയൻറ്റ് വരുമ്പോൾ നിങ്ങൾ ചെയ്താൽ അവർക്ക് നല്ല റിസൾട്ട് കിട്ടും. പ്രത്യേകിച്ചും ഒരു വെഡ്ഡിങ്ങിന് മുന്നേ, പ്രീ വെഡ്ഡിങ്ങിന് സ്പെഷ്യൽ കെയർ എടുക്കുന്നവരുണ്ടാവുമല്ലോ പാർലറിൽ വരുന്നവർക്ക്, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പാക്കാണിത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഓൾമോസ്റ്റ് ഞാൻ കഴിഞ്ഞ അന്ന് പാക്ക് ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചപ്പം ഞാൻ പറഞ്ഞിരുന്നു. ഈവൻ ദെൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ റിവീൽ ചെയ്യുന്നില്ല. ബിക്കോസ് വൺസ് നമ്മളൊരു കാര്യങ്ങൾ എന്താ പറയുക, ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ നമ്മൾ റിവീൽ ചെയ്ത് കഴിയുമ്പോൾ പലരും അത് കോപ്പി അടിച്ച് വീണ്ടും അതേപോലത്തെ പ്രോഡക്റ്റ് ഇറക്കും. അപ്പം അതുകൊണ്ട് നമ്മുടേതായ ഇന്ദു ഹെർബൽ ബ്യൂട്ടി ആൻഡ് ഹെയർ പ്രോഡക്ട്സിൻ്റെ ഹിഡൻ ആയിട്ടുള്ള സീക്രട്സ് അതിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും. എന്നാലും
മെയിനായിട്ടുള്ള ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് നമ്മൾ പറയണമല്ലോ. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. കസ്തൂരി മഞ്ഞൾ, ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്. പിന്നെ നവരത്ന റൈസ് ഞാൻ പറഞ്ഞു. ഇതിന് ഞാൻ റീസണബിൾ ആയിട്ടുള്ള റേറ്റേ ഇട്ടുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ചിലപ്പോൾ റേറ്റ് ഇച്ചിരി കൂടാൻ ചാൻസ് ഉണ്ടെന്ന്, പക്ഷേ ഞാനൊരു റീസണബിൾ റേറ്റ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. സോ ഫസ്റ്റ് തിങ് ഇറ്റ് ഇസ് കസ്തൂരി മഞ്ഞൾ. യു നോ ഓൾ ദ ബെനിഫിറ്റ്സ് ഓഫ് കസ്തൂരി മഞ്ഞൾ. ഓൾറെഡി ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ വരുന്നത് നവരത്ന റൈസ്. നവരത്ന റൈസ് നമുക്കറിയാം ഭയങ്കര കോസ്റ്റ്ലിയാണ്, പക്ഷേ നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. നവരത്ന റൈസ്, കോളർക്ക് ഒക്കെ ചേർത്തിട്ടുള്ള പാക്സൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇഷ്ടംപോലെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ അതൊക്കെ ഒറിജിനൽ ആയിരിക്കണം. ഒറിജിനലായിട്ട് നമ്മൾ ഫേസിൽ ഇടുമ്പോഴാണ് ആ ഒരു റിസൾട്ട് കാണുന്നത്. പിന്നെ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് മുൾട്ടാണി മിട്ടി ചേർത്തിട്ടുണ്ട്, സാഫ്രൺ ചേർത്തിട്ടുണ്ട്, സാൻഡൽവുഡ് പൗഡർ, there is ചന്ദൻ പൗഡർ, നീം പൗഡർ, തുളസി പൗഡർ, റോസ് പെറ്റൽ പൗഡർ, ബദാം പൗഡർ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ആക്ച്വലി എന്താ പറയുക, മിൽക്ക് പൗഡർ ഞാൻ ചേർത്തിട്ടുണ്ട്. കാര്യം നിങ്ങൾക്കിപ്പം ഇപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക്, എസ്പെഷ്യലി ഇപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് ഇത് മിക്സ് ചെയ്ത് ഫേസിലിടാൻ അവർക്ക് പാലോ തൈരോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് ഡയറക്റ്റായിട്ട് തേച്ചാൽ മതി. കാര്യം ഇതിനകത്ത് ഞാൻ മിൽക്ക് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കഴിയും നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നുള്ളത്. നമുക്ക് എത്രത്തോളം നമ്മൾ കെയർ ചെയ്യുന്നു. പിന്നെ ഒരു കാര്യമാണ്, നമ്മളിത് ഒരു എയർ ടൈറ്റ് ഇതേപോലത്തെ കണ്ടെയ്നറിലാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടണേ. അപ്പോൾ നിങ്ങൾ നേരെ അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. നിങ്ങൾക്ക് എന്നും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതർവൈസ് ഒരു വെയിലത്ത് പോയിട്ട് വരും, അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് കഴിഞ്ഞ് തളർന്നു ക്ഷീണിച്ചു മുഖം ഭയങ്കര ഡള്ളായിട്ട് ഇരിക്കുവാണ്, അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്പൂൺ, ഒരു കുഞ്ഞ് സ്പൂൺ, ഐ തിങ്ക് ഒരു കുഞ്ഞ് സ്പൂണിൽ ഒരു 2 സ്പൂൺ. ഇപ്പം ഞാൻ പാക്കിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഈ വീഡിയോനകത്ത്. ലൈവായിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ടിരിക്കണ ഫേസാണ് എൻ്റെ ഫേസ് ഇത് കേട്ടോ. അപ്പം ആ പാക്ക് എടുത്ത് ഓയിലി സ്കിന്നുകാർ യൂസ് റോസ് വാട്ടർ ഓർ യു ക്യാൻ യൂസ് അലോവേറ ജെൽ ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഓക്കെ, അല്ലാത്തവർ പിമ്പിളൊന്നും പ്രശ്നമൊന്നുമില്ല ഓയിലി സ്കിന്നുകാർക്ക്, അത് മീൻസ് ഓയിലി സ്കിൻ അല്ലാത്ത ഡ്രൈ സ്കിന്നുകാർ, നോർമൽ സ്കിന്നുകാർ, അവർ യൂസ് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് പൗഡർ എടുക്കുക. ആവശ്യത്തിന് റിക്വയർഡ് എമൗണ്ട് ഓഫ് പൗഡർ എടുത്തിട്ട് നിങ്ങൾ പാലിലോ തൈരിലോ നോർമൽ വാട്ടറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അത് പേസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഫേസിലിടാം. ഓക്കെ, ഫേസ് നല്ലോണം വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ ഈ പാക്ക് ഇടാനായിട്ട്. ഓക്കെ, പിന്നെ ഞാനിപ്പം ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോക്കകത്ത് ഇടുന്നുണ്ട്, നിങ്ങൾക്കത് കാണാം ഇത് കഴിഞ്ഞിട്ട്. അതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മുടെ കോക്കനട്ട് മിൽക്കാണ്. കോക്കനട്ട് മിൽക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. എന്താ പറയുക, ആയുർവേദിക് പാരമ്പര്യമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പണ്ടുള്ള ആൾക്കാർ അവർ മിക്സ് ചെയ്ത് ഇതൊക്കെ തേച്ചിരുന്നത് ഒന്നുകിൽ തേങ്ങാപ്പാൽ, അല്ലെങ്കിൽ പാല്, അല്ലെങ്കിൽ തൈരിൽ. അപ്പം അവരവരുടെ ഇഷ്ടമനുസരിച്ച്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പൗഡർ ഫോമിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് മിൽക്ക് പൗഡർ ഞാൻ ചേർത്തിട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് ആ ഒരു ടെക്സ്ചറിലേക്ക് മിൽക്ക് ചേർത്തിട്ട് ഫേസിലിടണമെങ്കിൽ അങ്ങനെ ഇടും. ഞാനിപ്പോൾ തേങ്ങാപ്പാലിൽ ഇട്ടിട്ടാണ് നിങ്ങളെ ഈ വീഡിയോക്കകത്ത് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ടു നോക്കൂ, റിയലായിട്ടുണ്ട് ഫേസ്. അത് ഇടുന്നതിന് മുന്നേയുള്ള ഫേസും അത് ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഫേസും എല്ലാം ഞാൻ റിസൾട്ട് അതിനകത്ത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് 400 റുപ്പീസേ ഉള്ളൂ. ഓക്കെ, മീൻസ് എല്ലാവർക്കും അത് ഉപയോഗപ്പെട്ടേ എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് 400 തന്നെ ഇടാമെന്ന് ചോദിച്ചു. ആക്ച്വലി നിങ്ങൾ ഇതിൻ്റെയൊക്കെ കോസ്റ്റ് നോക്കിയാൽ നല്ല കോസ്റ്റ് ഉണ്ട്. വെളിയിൽ നല്ല ക്യാഷ് ആവും. ബാക്കി ഉള്ള പലയിടത്തും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, ഇത്രയും ഇൻഗ്രീഡിയൻസിന് നല്ല വിലയുണ്ടാവും. പക്ഷേ ഫോർ 100 ഗ്രാം ഇറ്റ്സ് ഓൺലി 400. ഇതിന് ഓഫറൊന്നുമില്ല. നമ്മുടെ മറ്റേ പ്രോഡക്ട്സിനെല്ലാം നമുക്ക് ഓണർ ഓഫർ നടന്നുകൊണ്ടിരിക്കുക. ഒത്തിരി പേര് എൻ്റെ ഇത് മേടിച്ചു, ആ ഓഫർ യൂട്ടിലൈസ് ചെയ്ത ഒത്തിരി പേരുണ്ട്. താങ്ക് യു ഓൾ ഫോർ ബൈങ് മൈ പ്രോഡക്ട്സ്. ഓക്കെ, വീണ്ടും നിങ്ങൾ സെപ്റ്റംബർ 15 വരെയാണ് നമുക്ക് ആ ഓഫർ വെച്ചേക്കണേ. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ പ്രൊഫഷണൽ കൊറിയർ വഴിയാണല്ലോ അയക്കുന്നത്. പ്രൊഫഷണൽ കൊറിയറിന് 4-ാം തീയതി തൊട്ട് അവധിയാണ്. പിന്നെ അവർ 8-ാം തീയതി കഴിഞ്ഞിട്ടാണ് അവർ 9-ാം തീയതി ആണ് ഓഫീസ് തുറക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ഇടണമെങ്കിൽ നിങ്ങൾ നേരത്തെ ഇടുക. ഓക്കെ, പിന്നെ മാക്സിമം ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്ക് കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന് യൂസ് ചെയ്യാം.
ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാം. കുഞ്ഞുങ്ങളെ നമ്മൾ കുളിപ്പിക്കത്തില്ല, അവർക്ക് പോലും ഇത് ഇട്ട് കൊടുക്കാം. അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഈറ്റ് ആൻഡ് പൗഡർ. ഇത് മെയിനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ഹിൻഡ് ചെയ്തായിരുന്നു. ഇത് നോർത്തേൺ സ്റ്റേറ്റ്സിലേക്ക് അവിടെ ബ്രൈഡിനെ ഒരുക്കാനായിട്ട് ഉണ്ടാക്കണ ഒരു സംഭവമാണ് ഈറ്റ് ആൻഡ് പൗഡർ എന്ന് പറയണേ. നമുക്ക് കേരളത്തിൽ എന്തുകൊണ്ട് യൂസ് ചെയ്തുവിടാം? ഓക്കെ, നമുക്ക് കേരളത്തിലുള്ളവർക്കും എല്ലാവർക്കും അത് യൂസ് ചെയ്യാം. നമ്മൾ ഈ എന്താ പറയുക, ആർട്ടിഫിഷ്യലായിട്ടുള്ള കെമിക്കലൈസ്ഡ് ഓരോ സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ ഹിന്ദു ഹെർബൽ പ്രോഡക്ട്സിൽ നിന്ന് നമ്മളെല്ലാം നാച്ചുറലായിട്ടുള്ള തിങ്സാണ്, ഹെർബലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നിങ്ങൾക്ക് തന്നത്. ഓക്കെ, അപ്പം അതുപോലെ ഈറ്റ് ആൻഡ് പൗഡറും തരികയാണ്. നിങ്ങളത് സന്തോഷത്തോടെ സ്വീകരിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട്. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻസ് എല്ലാം ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ടേക്ക് 1 or 2 teaspoon of powder, mix with rose water or milk or yogurt or aloe vera gel. എന്നിട്ട് പ്ലെയിൻ വാട്ടർ കൊണ്ട് വാഷ് ചെയ്യുക. ഓക്കെ, പ്ലെയിൻ വാട്ടർ ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും മോയ്സ്ചറൈസറോ എന്തെങ്കിലും സ്കിന്നിന് ഇടുക. പിന്നെ കഴിയുന്നതും നമ്മൾ ഈ പാക്ക്, എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഈ പാക്ക് ഇടുമ്പം ആക്ച്വലി എവിടെയെങ്കിലും ഇപ്പം നമ്മളൊരു ഫംഗ്ഷന് പോകണം, ഒരു ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ ഒരു മാരേജിന് പോകണം, എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോണതിന് മുന്നേ 1 മണിക്കൂറിന് മുന്നേ ഇതിട്ടിട്ട് നമ്മൾ പോവുക. പിന്നെ കഴിയുന്നത് വെയിൽ കൊള്ളാതെ ഇരിക്കുക. നമ്മളെന്തായാലും അത്രയും പാർട്ടി അങ്ങനെയുള്ള ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ എന്തായാലും വെയിലൊന്നും കൊള്ളത്തില്ല. നമ്മൾ ബസ്സിലോ കാറിലോ ഒക്കെ ആയിരിക്കും, സ്കൂട്ടറിലോ ഒക്കെ അല്ലെങ്കിൽ ബസ്സിലോ കാറിലോ ഒക്കെ ആയിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അല്ലേ. ആ കാര്യം അത്രയും വാല്യുബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ബോട്ടിൻ്റെ ഭംഗിയുണ്ടോ? അത് കണ്ടില്ലല്ലോ, ഇതാ കാണാമോ? ഡയറക്ഷൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഏത് ഏജിലുള്ളവർക്കും ഈ ഈറ്റ് ആൻഡ് പൗഡർ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾക്കുള്ള ഒരു ഡൗട്ടായിരിക്കും, ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തുമ്പോൾ എത്ര നാൾ വെക്കാൻ പറ്റുമെന്ന്. എനിക്ക് തോന്നുന്നത് ഒരു നിയർലി ഒരു 8 to 9 months സുഖമായിട്ട് ഫ്രിഡ്ജിലിരുന്നോളൂ, നോ പ്രോബ്ലം. കാര്യം ഞാൻ പറഞ്ഞു, ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് നവരത്ന റൈസ് ഉണ്ട്, മിൽക്ക് പൗഡറുണ്ട്, ബദാം പൗഡറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ പുറത്തിരിക്കാതെ കഴിയുന്നത് ഫ്രിഡ്ജിൽ തന്നെ ഉപയോഗിച്ച് സൂക്ഷിക്കുക. ഏത് സ്കിന്നിന് എന്ത് പ്രോബ്ലം, റിങ്കിൾസ് ഉള്ളവർ, ടാൻ ഉള്ളവർ, എന്താ പറയുക, പാച്ചസ് പോലെ വരുന്നത്, നിങ്ങൾക്കിത് പിന്നെ മുഖത്ത് മാത്രമല്ല നിങ്ങളുടെ കയ്യിലും പാദങ്ങളിലും ഒക്കെ നമുക്ക് ഈ പൗഡർ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, പിന്നെ ബാത്ത് പൗഡർ പോലെ ഇറക്കണമെന്നുണ്ട്, പക്ഷേ ഉടനെ ഉണ്ടാവില്ല. അടുത്ത ഞാൻ നമ്മുടെ ലിപ് ബാം കുറച്ചും കൂടെ നല്ലൊരു രീതിയിൽ ഇറക്കണമെന്ന് ഞാൻ വിചാരിക്കണം, നല്ലൊരു ബോട്ടിൽ, ഭംഗിയുള്ള ബോട്ടിലൊക്കെ. അതാണ് ഇനി എൻ്റെ അടുത്ത എയിം. ഓക്കെ, ബിക്കോസ് അത് പ്യോർലി നമ്മൾ നാച്ചുറൽ ആയിരിക്കും. ഇതിനു മുന്നേ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതും നാച്ചുറൽ തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടെ നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ ഇറക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഡേ ക്രീമിനും കഴിയുന്നതും നമ്മളൊരു നല്ലൊരു ബോട്ടിൽ, ലിഡുള്ള ഒരു ബോട്ടിൽ കിട്ടാൻ ഞാനിങ്ങനെ റിസർച്ചിലാണ്. നോക്കട്ടെ, നല്ലത് വരുമ്പോൾ നമ്മളതെടുക്കും. ഡേ ക്രീമും നൈറ്റ് ക്രീമും നല്ലതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയാൻ മറന്നത്, നൈറ്റ് ക്രീം തീർന്നായിരുന്നു, അത് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇന്നലെ പോയി. എല്ലാവർക്കും നല്ല റിസൾട്ടാണ് നൈറ്റ് ക്രീമിനെ കുറിച്ച് പറയാനുള്ളത്. ഐ എം വെരി ഹാപ്പി. അങ്ങനെ നിങ്ങൾക്ക് 2 ക്രീമും നിങ്ങൾ വളരെ സന്തോഷത്തോടെ റിസീവ് ചെയ്തതിന് എനിക്ക് ഒത്തിരി താങ്ക്സ്, ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓണത്തിന് എന്തൊക്കെയാണ് പരിപാടികൾ? സദ്യവട്ടങ്ങൾ, അച്ചാറൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? മക്കളും നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടെ ഈ ഫെസ്റ്റിവൽ നിങ്ങൾ ആഘോഷിക്കുക. ഇനി ഓണത്തിന് മുന്നേ ഒരു വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എനിവേ ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഓക്കെ, അപ്പം ഈ ഈറ്റ് ആൻഡ് പൗഡർ നിങ്ങൾക്ക് നാളെ ഞാൻ കൊണ്ടുവന്ന് കൊറിയർ ഓഫീസിൽ സ്റ്റോക്ക് ചെയ്യും. കൊറിയർ ഓഫീസിൽ സ്റ്റോക്ക് ചെയ്യുന്നു. അവിടുത്തെ കാര്യങ്ങളെല്ലാം വെച്ചൊരു വീഡിയോ എടുക്കണമെന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കണം. തിരക്ക് കാരണമാണ് പറ്റാത്തത്. മേ ബി ഐ വിൽ ഡു ഇറ്റ് സൂൺ. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ, എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തുന്നതിന് മുന്നേ ഉള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ, പാക്കിങ്ങും അവിടെ കൊറിയർ ഓഫീസിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കണം.
സോ ഇത്രയൊക്കെ ഉള്ളൂ. സന്തോഷമായില്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നില്ലേ നിങ്ങളുടെ കാര്യത്തിൽ? ഓക്കെ, സോ ഹാപ്പി ഓണം അഗെയിൻ, അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം എല്ലാവർക്കും പറയുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഐ എം വെരി ഹാപ്പി, ഐ എം വെരി താങ്ക്ഫുൾ ടു യു ഫോർ സപ്പോർട്ടിങ് മീ. അതുപോലെ നിങ്ങൾ മാഡത്തെ സപ്പോർട്ട് ചെയ്യുക. സോ സൂൺ വിൽ സീ ഇൻ അനദർ വീഡിയോ വിത്ത് ന്യൂ എന്താ പറയുക, സന്തോഷമില്ല പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്. അപ്പം നമുക്ക് ഇൻഡോസ് ഹെർബൽ ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ ഉച്ചാൻ പൗഡർ നമുക്ക് ഇടാം. നിങ്ങൾ എൻ്റെ ഫേസ് കണ്ടല്ലോ, ഞാൻ ഒരു മേക്കപ്പ് ഞാൻ സാധാരണ ഇടാറില്ല, ഒന്നുമില്ല, ഒരു മോയ്സ്ചറൈസറോ ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ സ്കിന്ന് കാണാം. എന്നിട്ട് നമ്മുടെ ഉച്ചാൻ ബ്രൈഡൽ ഉച്ചാൻ പൗഡർ ഇട്ടിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇതെങ്ങനെ ഇടുക, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു ടവൽ വെച്ച് കവർ ചെയ്താലും മതി കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് കണ്ണാടിയുടെ ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, മുടിയൊക്കെ ഇങ്ങനെ ഒതുക്കി വയ്ക്കുക ഉണ്ടല്ലോ. ഓക്കെ, കണ്ടല്ലോ, റെഡി. ഇനി നമുക്കിങ്ങനെ ഒരു സാധനം ഉള്ളത് നല്ലതാണ്. കംപ്രസ് ടവൽ എന്നാണ് ഇതിന് പറയണേ. ഇത് നമ്മളിങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാനായിട്ട് ഞാനിതിങ്ങനെ കണ്ട ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഇടുമ്പോൾ കുറച്ച് ചെയ്ത് നോക്കും, കണ്ടോ, അതൊരു വലിയ ടവലായിട്ട് വരും. കാണാമോ? കണ്ടോ, ഇങ്ങനെ ഒരു ടവലായിട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പാക്ക് തുടയ്ക്കാനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നല്ല ടവലുണ്ട്, നല്ല നീറ്റായിട്ടുള്ളൊരു ടവലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഇത് കണ്ടോ, ഞാനിങ്ങനെ നമുക്ക് കിട്ടും. ഇങ്ങനെ ഒരു ക്രോസിൻ്റെയൊക്കെ സൈസിലൊരു ചെറിയ ഇതാണ്. നമ്മൾ വെള്ളത്തിലിടുമ്പോഴത്തേക്കും ഇതിങ്ങനെ വരും. ഇത് നമുക്ക് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനിപ്പം ആവശ്യത്തിന് പൗഡർ എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. നമ്മൾ ശരിക്കും ഇങ്ങനെ നേരിട്ട് കാണുന്ന കളറല്ല അവിടെ കാണുന്നത് കേട്ടോ. കുറച്ചുകൂടി ഒരു യെല്ലോയിഷ് കളറാണ് കാണുന്നതെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാനിപ്പോൾ ഇതൊരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. പാക്കിൻ്റെ പൗഡർ 2 സ്പൂൺ എടുത്തിട്ട് നിങ്ങൾക്ക് ഓയിലി സ്കിന്നുകാർ പാലോ കേടോ യൂസ് ചെയ്യരുത്. യു ക്യാൻ യൂസ് അലോവേറ ജെൽ ഓർ റോസ് വാട്ടർ. അല്ല, നിങ്ങൾക്ക് പ്ലെയിനായിട്ട് പ്ലെയിൻ വാട്ടറിൽ വേണമെങ്കിലും ഇത് കുഴച്ച് മുഖത്ത് തേക്കാം കേട്ടോ. പിമ്പിൾസ് ഉള്ളവരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. അല്ലാത്തവർക്ക് യു ക്യാൻ യൂസ് മിൽക്ക് ഓർ കേട് വേണമെങ്കിൽ. കേട് ഏറ്റവും നല്ലതാണ്. കസ്തൂരി മഞ്ഞളിൻ്റെ കൂടെയൊക്കെ കേട് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പം ഞാനിപ്പം ഇവിടെ എടുത്തിരിക്കും. ഇപ്പം ഞാനിവിടെ നോക്കി ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ പാലും ഇല്ല കേടും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇച്ചിരി തേങ്ങാപ്പാലെടുത്തു. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ബെസ്റ്റാണ് കേട്ടോ, നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. അപ്പം കുറച്ച് തേങ്ങാപ്പാലിലാണ് ഞാനിപ്പോൾ ഈ പാക്ക് കുഴച്ചിരിക്കണേ. ഓക്കെ, നിങ്ങളിപ്പോൾ എന്നെ കണ്ടല്ലോ, മുഖം ഫുൾ ഒന്നുമില്ല എൻ്റെ മുഖത്ത്. ഞാൻ ഈ പാക്ക് ഇട്ടിട്ട് കഴുകി കളഞ്ഞ് നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പോവുകയാണ് എൻ്റെ റിസൾട്ട്. ഓക്കെ, അപ്പം നമുക്കത് ഇടാം. ഞാനത് ഇട്ടിട്ട് കാണിക്കാം കേട്ടോ. കണ്ണാടി വെക്കാതെ കാണാനും ബുദ്ധിമുട്ടാണ്. പാക്ക് മുഴുവൻ ഞാൻ ഇട്ടു. കണ്ണിന് താഴെ ഒക്കെ ഇടാം. നല്ല കളറാണ് നമുക്ക് കിട്ടാൻ വേണം. നിങ്ങൾക്കിപ്പോൾ ഞാൻ ലൈവായിട്ട് ഞാൻ എൻ്റെ റിസൾട്ട് കാണിച്ചു തരാൻ പോവുക കേട്ടോ. ഈവൻ ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ബ്രൈഡ്സ്. നമ്മളിപ്പം മാരേജൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നവർക്ക് ഒരു 2 മാസം മുന്നേക്ക് എന്നും ഈ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ ദിവസം ഭയങ്കര സ്കിന്ന് ഭയങ്കര ഗ്ലോയിങ് ആയിരിക്കും, നല്ല നിറം കിട്ടും. എന്താ പറയുക, നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്ത് ഇപ്പോൾ ഒറ്റ പ്രാവശ്യം ഞാനിത് ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നേ പ്രോഡക്റ്റ് ഉണ്ടാക്കി ആദ്യം ഞാൻ തന്നെ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് യൂസിൽ തന്നെ അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ കാണാം. നിങ്ങൾ കണ്ടല്ലോ, എല്ലാം മുഖത്ത് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് എൻ്റെ ഫേസും ഇതിട്ട് കഴിഞ്ഞിട്ട് എൻ്റെ ഫേസും എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നേ തന്നെ വെച്ച് ഞാനത് വൈപ്പ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ റിസൾട്ട് നേരിട്ട് കാണാമല്ലോ. ഓക്കെ, സോ നമ്മളിനി ഇതൊരു 15 to 20 minutes വെക്കാം കേട്ടോ. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടമാണ്.
20 മിനിറ്റ്സ് ഒന്നും കൂടുതൽ വെക്കേണ്ട ആവശ്യം വരത്തില്ല. 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ്. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മുന്നേ വെച്ച് അത് വൈപ്പ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. സോ വെയിറ്റ് ഫോർ 20 മിനിറ്റ്സ്. സോ 20 മിനിറ്റ്സ് കഴിഞ്ഞ് കണ്ടോ എൻ്റെ ഫേസ്. നമ്മളിത് തേച്ചിട്ട് സംസാരിക്കാൻ പാടില്ല കേട്ടോ, അത് നല്ലോണം ഉണങ്ങിപ്പിടും, ബിക്കോസ് അത് റിങ്കിൾസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാനത് തുടച്ച് കാണിച്ചു തരാം എങ്ങനെയുണ്ട് ആ പാക്ക് എന്നുള്ളത്. ഓക്കെ, കണ്ടല്ലോ സ്കിന്ന് കണ്ടോ? ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഈ സാധനം നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ടവൽ തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സീ ദ റിസൾട്ട്. നേരത്തെ ഫേസും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസം കണ്ടോളൂ, കണ്ടോ? സീ ദ റിസൾട്ട്. ഇപ്പം ബ്രൈഡ്സിനൊക്കെ മാരേജിന് മുന്നേ ഒരു 2 മാസം മുന്നേ ഒക്കെ, നിങ്ങൾ 1 മാസം മുന്നേ ഒക്കെ ഇത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ സ്കിന്ന് ഗ്ലോ ചെയ്യുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കണ്ടല്ലോ ലൈവ് റിസൾട്ട്, അത് ഫുൾ ഞാൻ ഞാൻ കാണിച്ചു തരും. ഇതിപ്പോൾ നിങ്ങളെ സ്കിന്നിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ട് അത് ഇട്ടിട്ട് എന്നുള്ള റിസൾട്ട് ലൈവായിട്ട് നിങ്ങളെ കാണിച്ചു തരിക. സീ ദ ഡിഫറൻസ്. നല്ല ഗ്ലോ ആയില്ലേ? ഒരൊറ്റ പ്രാവശ്യം ഇട്ടപ്പോൾ തന്നെ നോക്ക് സ്കിന്നിൻ്റെ വ്യത്യാസം നോക്കിക്കേ. ഓക്കെ, സോ നിങ്ങൾ ഇന്ദു ഹെർബൽ ടാൻ പൗഡർ വാങ്ങുക. ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്യുക. നിങ്ങളുടെ ടൈം കിട്ടുന്നതിന്, ഇപ്പം വർക്ക് ചെയ്യുന്നവർക്കൊന്നും സമയം കിട്ടത്തില്ല, നിങ്ങൾ ഓഫീസിൽ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ഇതുപോലെ 20 മിനിറ്റ്സ് പാക്ക് ഇട്ടിട്ട്. അപ്പോൾ കണ്ടല്ലോ ഡിഫറൻസ്, കണ്ടല്ലോ? ഞാൻ ഫുൾ വാഷ് ചെയ്തു, ഒന്നുമില്ല എൻ്റെ സ്കിന്നിൽ. ഇതാ അടുത്ത് നോക്കിക്കോളൂ, ഒന്നുമില്ല, ഞാനൊന്നും ഇട്ടിട്ടില്ല. വാഷ് ചെയ്ത് ഡയറക്റ്റായിട്ട് നിങ്ങളെ കാണിക്കുക. അപ്പം ഇത് ആക്ച്വലി നമ്മൾ മുഖത്തിടുമ്പം ആക്ച്വലി കഴുത്തിലും കൂടി ഇടണം, നെക്കിലും ഫുൾ ചെവിയുടെ ഇവിടെയൊക്കെ ഇടണം. കാര്യം അങ്ങനെയാണ് ഇടേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒരു കളറാവും, നെക്കിന് വേറൊരു കളറാവും. സോ അപ്പോൾ എല്ലാവർക്കും ഞാൻ ലൈവായിട്ട് ഇന്ദൂസ് ഹെർബൽ ഉപ്റ്റാൻ പൗഡർ, ഇത് ബ്രൈഡ് മെയിനായിട്ടും ഇതൊരു ബ്രൈഡിനാണ് ഞാൻ കൂടുതലും ഇത് എന്താ പറയുക റെക്കമെൻഡ് ചെയ്യുന്നത്. ബട്ട് എവ്രി വൺ, എല്ലാവർക്കും. ഇപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ഒരു ആയുർവേദിക് ഫേഷ്യലൊക്കെ ചെയ്തിട്ട് ഇറങ്ങി വരുന്ന അതിനേക്കാളും ഒരു ഗ്ലോ ആണ് സ്കിന്നിന് കിട്ടിയിരിക്കും. നിങ്ങൾ കണ്ടല്ലോ, ഒരു മേക്കപ്പോ ഒന്നുമില്ല, എൻ്റെ സ്കിന്ന് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാം. ഓക്കെ, സോ buy this Uptan powder and make your face glow like bright. Okay, അപ്പം നമുക്ക് ഇനി ഇത് ആക്ച്വലി ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, ഓക്കെ ഞാനത് പറയാം, വീഡിയോക്കകത്ത് ഞാൻ പറയാം, നിങ്ങൾക്കത് ലാസ്റ്റൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാമായിട്ട് റേറ്റും ഒക്കെ ആയിട്ട് ഞാൻ പറയാം. കണ്ടോ ആ ഫേസിൻ്റെ വ്യത്യാസം നോക്കിയാൽ നേരത്തേന്ന്? ഐ ഫീൽ സോ ഹാപ്പി. എന്ത് വ്യത്യാസമാണ്. ഓക്കെ, അപ്പം ഈ പൗഡർ നമ്മളിപ്പോൾ ഒരു ടാനൊക്കെ അടിച്ച് റോഡിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ വന്നു, അല്ലെങ്കിൽ നമുക്ക് ബോഡി ഇപ്പോൾ ഒരു സുഖമില്ലാതൊക്കെ ആയി, നമ്മൾ പനിയൊക്കെ ആയിട്ട് കിടന്നിട്ട് ഫേസ് ഡള്ളായിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പാക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടാം. നിങ്ങൾക്കത് 100 ഗ്രാം ബോട്ടിലാണ് വരണേ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരിക്കും. ഓക്കെ, സോ വാച്ച് മൈ വീഡിയോ ത്രൂ ഔട്ട്, എന്താ പറയുക, എൻ്റെ എൻഡ് വരെ നിങ്ങൾ കാണുക, സ്കിപ്പ് ചെയ്യരുത്. സോ
അതിൻ്റെ അകത്ത് ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞായിരുന്നു.